അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, എടവണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് സമസ്തയുടെ ഔദ്യോഗിക കീഴടങ്ങളും സമസ്തയുടെ മറ്റ് നേതാക്കൾ, മുഷാവറ അംഗങ്ങളടക്കം പങ്കെടുത്ത ഒരു നബിദിന റാലി അവിടെ കഴിഞ്ഞു. അതിനുശേഷം അവിടുത്തെ വിമത വിഭാഗം, അതായത് സുഹാബി വിഭാഗം നടത്തിയ ഒരു നബിദിന റാലിയുടെ തുടക്കമാണ് ഈ കാണുന്നത്. നോക്കൂ നിങ്ങൾ, എത്രയോ ലക്ഷങ്ങൾ പൊടി പൊടിച്ചിട്ടാണ് ഇവർ അവിടെ എലക്ഷൻ പ്രചരണങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ എലക്ഷൻ്റെ ആഹ്ലാദ പ്രകടനം, വിജയാഹ്ലാദ പ്രകടനം നടത്തിയതൊക്കെ എന്ത് അലങ്കരിച്ച വണ്ടിയിലും മറ്റൊക്കെ ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിപാടിയോട് ഇവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കാണാത്ത വണ്ടി, എന്നാൽ അതൊന്ന് അലങ്കരിച്ച് അത് കർട്ടന കൊണ്ടൊക്കെ മറിച്ചൊരു ഭംഗിയാക്കുക. മൗലിദ് സദസ്സല്ലേ, അതൊന്നും ചെയ്യാതെ അതിൽ അനൗൺസ് ചെയ്യുന്ന ഒരു വണ്ടി വരുന്നൊരു കോലുണ്ട്. അതും ഏതോ ചളിക്കുണ്ടിൽ നിന്ന് കയറി വരുന്ന ഒരു ജീപ്പ്. അത് വെള്ളം കണ്ടിട്ട് എത്ര മാസമായി എന്നുള്ളത് ഒരു പിടുത്തമില്ല. അങ്ങനെയൊക്കെ നബിദിനത്തെ വളരെയധികം നിന്ദിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിലൊന്നും ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാർ, രാഷ്ട്രീയക്കാർ ഈ പണിക്ക് നിൽക്കരുത്. അതിനു വേണ്ടി ചില കൂലി ഈ പണ്ഡിതന്മാരെ, തലേക്കെട്ടന്മാരൊക്കെ കൊടുത്തിട്ട് ഈ നടത്തുന്ന കോപ്രായങ്ങൾ അതൊരിക്കലും ദീനിനോട് യോജിക്കുന്നതല്ല. നബിദിനം ആഘോഷിക്കണം, നബിദിനം അത് ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കണം. പക്ഷേ അതിൻ്റെ ഹുർമത്തും മാന്യതയും അവിടേക്ക് സംരക്ഷിക്കണം. ജനങ്ങൾക്ക് പരിഹസിക്കാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല. എന്നാൽ ആ വണ്ടിയൊക്കെ മാറ്റി വെച്ച് ആ നിലത്ത് തന്നെ ഒരു മജ്ലിസ് ഉണ്ടാക്കി, ഒരു സദസ്സ് ഉണ്ടാക്കിയാൽ എത്ര ഭംഗിയുണ്ടാവും. ഇതൊക്കെ ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുക്കുക? അപ്പം ഇതിലൊക്കെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, സമസ്തയോട് യോജിച്ചു പോകാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് വാഫി നടത്തണം, വഫിയ നടത്തണം. അതിന് സമസ്തൻ്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സമസ്തക്കാരവരെ അംഗീകരിക്കില്ല. ആ നിലക്ക് സമസ്തൻ്റെ മുഴുവൻ കീഴടകങ്ങളും ഔദ്യോഗികമായി അതിൻ്റെ എല്ലാ ആളുകളും ചേർന്ന് അവിടെ വർഷാവർഷം നടത്തുന്നത് പോലെ നബിദിന റാലി നടത്തിയിട്ടുണ്ട്. അത് ഈ വർഷവും പ്രൗഢഗംഭീരമായിട്ട് നടത്തി. അപ്പോൾ ഇവർക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെ ഒന്ന് വിഘടിച്ച് നിന്ന് ഒരു നബിദിന റാലി നടത്തിയപ്പോൾ ഈ പ്രാവശ്യം അവർക്കതൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സകല രാഷ്ട്രീയ ഗ്രൂപ്പുകളിലും ഇതിൻ്റെ പ്രചരണം നടത്തി എങ്ങനെയെങ്കിലും ആളെ കാണിക്കുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിട്ട് ഒരിക്കലും ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് ഈ കാട്ടിക്കൂട്ടലിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പം എന്തായാലും അവിടെ നിന്നുള്ള ഔദ്യോഗികമായിട്ട് SKSF മറ്റൊക്കെ ഭാരവാഹി സ്ഥാനത്തൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതും നമുക്ക് കേട്ട് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് എടവണ്ണപ്പാറയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ സമസ്തയെ പരിഹസിക്കുകയും സമസ്തയുടെ നേതാക്കന്മാരെ ഇകഴ്ത്തുകയും ചെയ്ത ആളുകൾ സമസ്തയുടെ കൊടിയും പിടിച്ച് നബിദിന റാലി എന്ന പേരിൽ ഒരു കാട്ടിക്കൂട്ടൽ നടത്തി. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഉണ്ടായിരുന്നു. തൊട്ടു മുമ്പത്തെ ഞായറാഴ്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗങ്ങളടക്കം അണിനിരന്നുകൊണ്ട് കിലോമീറ്ററുകളോളം അവർ നടന്നുകൊണ്ട് നല്ല ഒരു റാലി എടവണ്ണപ്പാറയിൽ നടന്നു. ഉസ്താദുമാരും കുട്ടികളും ഉലമാക്കളും ഉമറാക്കളും എല്ലാവരും പങ്കെടുത്ത, സമസ്തയെ സ്നേഹിക്കുന്നവർ പങ്കെടുത്ത സമസ്തയുടെ റാലിയായിരുന്നു. അതിന് ബദലായിട്ടാണ് ഇന്ന് റാലി നടന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ 2,000-ഓളം ആളുകളാണ് പങ്കെടുത്തത്. അത് വെറുതെ കണക്ക് പറയുന്നതല്ല, കൃത്യമായി ആരൊക്കെ വന്നു ആരൊക്കെ വന്നിട്ടില്ല എന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആ കണക്ക് പറയുന്നത്. അത് വെറും വാക്കല്ല, വീഡിയോയിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കിലോമീറ്ററുകളോളം നീളത്തിൽ റാലി ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പകരം ഇന്ന് നടത്തിയ, വാശിപ്പുറത്ത് നടത്തിയ റാലി, അതും ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പല വ്യാജ പ്രചരണങ്ങൾ നടത്തി ആളെ കൂട്ടി, യൂത്ത് ലീഗിൻ്റെയും ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് ആളുകളെ ഉണ്ടാക്കി. എന്നാൽ പോലും അൽഹംദുലില്ലാ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും ബഹുഭൂരിപക്ഷവും ഇതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം ഇത് വെറുതെ ചിലരുടെ വാശിപ്പുറത്തുള്ള പരിപാടിയാണെന്നും അതിന് പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളതും. ആ കാരണം കൊണ്ട് തന്നെ 1000-ൽ താഴെ എന്ന് പറയാൻ പറ്റുമല്ല, 600-700 ആളുകളാണ് എണ്ണിയിട്ട് ലൈവായി എണ്ണിയവർ പറയുന്നത്. അതിൻ്റെ മേലേക്ക് ഒരാൾക്കും അഭിപ്രായമില്ല.
അതും ഉസ്താദ്മാരെയൊക്കെ ഭീഷണിപ്പെടുത്തി, താല്പര്യമില്ലാതെ ഒരുപാട് ഉസ്താദ്മാർ അതിൽ വരിയിൽ നിൽക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് പണി ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവന്നില്ലേ പിരിച്ചുവിടുന്നൊക്കെ ഭീഷണിപ്പെടുത്തി, മദ്രസയിൽ നിർത്തണമെങ്കിൽ റാലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ 800 ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കയ്യൂക്കും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടും പോലും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ സമസ്തയോടൊപ്പം നിൽക്കാനാണ് ആളുകൾക്ക് താല്പര്യം. അത് ഈ വീണ്ടും തെളിയാണ്. ഇൻഷാ അള്ളാ അടുത്ത വർഷം ഇവർ ഇതുപോലത്തെ ആഭാസ റാലി നടത്തുകയാണെങ്കിൽ നോക്കിക്കോളൂ, 300-ൽ താഴെ ആളുകളെ പങ്കെടുക്കുള്ളൂ. അങ്ങനെ ഇത് ഇല്ലാതാവും. കാരണം സമസ്തക്കെതിരെ ഒന്നും ആരും വിജയിച്ച ചരിത്രമില്ല. താൽക്കാലിക വിജയങ്ങളൊക്കെ ഉണ്ടായി തരും, അത് വെറും താൽക്കാലികം മാത്രമാണ്. അതുപോലെ നബിദിന മൗലിദ് പാരായണം എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഒരു മരം കൊണ്ടുവന്ന വണ്ടിയിൽ 2 കസാല അടിച്ചിട്ടും കണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരാവാനും അവർക്ക് പറ്റി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഉദ്ദേശശുദ്ധി എന്നുള്ളത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹ് നടത്തുക എന്നുള്ളതിനുള്ള ഉദ്ദേശം, ഷജറകളെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതങ്ങനെ തന്നെ സംഭവിച്ചു. ജനങ്ങൾക്ക് മുമ്പിൽ വഷളായി എന്നുള്ളതാണ് സത്യം. ഇത് കഴിഞ്ഞ് എടവണ്ണപ്പാറയിൽ വമ്പിച്ച പൊതുയോഗം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പണക്കാട്ട തങ്ങൾ വരുന്നു. ഒരു ഭാഗത്ത് നിലപാടിന്റെ നായകൻ നാസർ വൈസി വരുന്നു. എന്നിട്ട് അവിടെ മുമ്പിൽ ഇരിക്കാൻ പോലും ആകെ 100-ൽ താഴെ ആളുകളെയാണ് കിട്ടിയത്. റാലി കഴിഞ്ഞ് തൊട്ട് ശേഷമുള്ള പരിപാടിയാണ്. അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം അത്രയും ശോകം പരിപാടിയായിട്ട് മാറി എന്നുള്ളതാണ്. ഏറ്റവും സന്തോഷം നൽകിയ കാര്യം, മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ഈ റാലിയിൽ നിന്ന് വിട്ടുനിന്നു. മസ്ലഹത്ത് നടത്തുക എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വന്നു, സമസ്തയുടെ പാവപ്പെട്ട പ്രവർത്തകരെ ചതിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും എന്ന് പറയുന്നില്ല, വിട്ടുനിന്ന മധ്യസ്ഥരായിട്ട് ആത്മാർത്ഥമായിട്ട് വന്ന ആളുകളുണ്ട്. പുറമെ ചാരന്മാരായി ഞങ്ങളും മധ്യസ്ഥരാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മളോട് പല നടക്കാത്ത ഡിമാൻഡുകളും പറഞ്ഞ് നിങ്ങളെല്ലാം എല്ലാം മറന്നൊരുമിക്കാനാണെങ്കിൽ ഇവിടെ 2 ആവൂലല്ലോ. സമസ്തയിൽ ഈ വിഭാഗീയത ഉണ്ടാക്കിയ ആളുകൾ അതിൽ നിന്ന് പിന്മാറിയാൽ ഒന്നിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ആദർശം വലിച്ചെറിഞ്ഞിട്ട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഷാറ അംഗങ്ങളെയൊക്കെ സ്റ്റേജ് കെട്ടി കഴിഞ്ഞ വർഷം ചീത്ത പറഞ്ഞ ആളുകൾ, അതൊക്കെ നിങ്ങളാണ് മറന്നാളി, നമുക്ക് പോയി ഒരുമിച്ച് റാലി നടത്താം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അൽഹംദുലില്ലാ മധ്യസ്ഥത ചമഞ്ഞ് വന്ന ആളുകൾ, മധ്യസ്ഥരായി വന്ന മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അൽഹംദുലില്ലാ അവർ ഈ റാലിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. അവർ ആത്മാർത്ഥമായിട്ടാണ് വന്നത്. പക്ഷേ അതേ പേരിൽ വാഴക്കാട്ടുള്ള ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ഓഫീസ് സെക്രട്ടറി ആയ ആളും, അതുപോലെ പരതക്കാടുള്ള മറ്റൊരു വെള്ളിയിട്ട് നടക്കുന്ന മറ്റൊരാളും, അവരൊക്കെ മധ്യസ്ഥത ചമഞ്ഞ് മുമ്പിൽ നിന്ന് ഇന്ന് അവരുടെ റാലിയിലും തൊട്ടുമുമ്പ് നടന്ന സ്വാഗത സംഘ മീറ്റിങ്ങിലും വളണ്ടിയർ മീറ്റിങ്ങിലും വരെ പങ്കെടുത്തു. അതായത് നമ്മളുടെ അടുത്തു നിന്നുള്ള മധ്യസ്ഥരായി നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ വാങ്ങി അവരുടെ അടുത്തോട്ട് കൊണ്ടുവരിക, ഇന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവർ പത്രസമ്മേളനത്തിൽ പച്ചക്കളവ് പ്രസംഗിക്കുക. അവരങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മധ്യസ്ഥത നിൽക്കുന്ന ആളുകൾ മിനിമം പാലിക്കേണ്ട മര്യാദ പോലും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അൽഹംദുലില്ലാ വീണ്ടും പറയുന്നു, അതിൽ ആത്മാർത്ഥമായി ഇടപെട്ടവരെ എന്തായാലും പ്രശംസിക്കണം. കാരണം നാട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ മധ്യസ്ഥത പറയേണ്ട ആളുകളാണ് പക്ഷം ചേർന്ന് ഇവിടെ റാലി നടത്തുമ്പോൾ കഴിവിൻ്റെ പരമാവധി അതിനു വേണ്ടി ഇടപെട്ട മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വാഴക്കാട് പഞ്ചായത്തിലെയും വാഴയൂർ പഞ്ചായത്തിലെയും ലീഗ് നേതാക്കന്മാരുണ്ട്. അവരെല്ലാം ഞാൻ പറയുന്നത്, ഉള്ളിലൂടെ കുറുക്കൻ്റെ ബുദ്ധിയിൽ മധ്യസ്ഥത എന്ന് പറഞ്ഞ ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കി പലരും ഇവരിങ്ങനെ പ്രചരിപ്പിക്കും, ഇന്ന് ഒരുമിച്ച റാലി, ഇപ്പോൾ ഒറ്റക്ക് റാലി ഇല്ല എന്ന് പറഞ്ഞിട്ട് റാലിൻ്റെ തലേ ദിവസം വരെ പറഞ്ഞു നടക്കുക. എന്നിട്ട് പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ചിട്ട് സമസ്തക്കാർ മധ്യസ്ഥതക്ക് വന്നില്ല എന്നൊക്കെ കളവ് പ്രസംഗിക്കുക, ഒരുമിക്കാൻ പറഞ്ഞിട്ട് മാറി നിന്നു പറയാ. ഏറ്റവും കൂടുതൽ ഇത് നാട്ടിൽ പ്രശ്നം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചവരാണ് സമസ്തക്കാർ. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഈ വർഷത്തെ വ്യാജ പ്രചരണം അതായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം അവർ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങും. എന്താണെങ്കിലും അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെ ഒരു പാഠമാണ്. സമസ്തയല്ല ഇമ്മത്തുൽ ഉലമയോട് കളിക്കാൻ വരണ്ട, നിങ്ങൾ ഉപ്പിട്ട കലം പോലെ ആവും, യാതൊരു സംശയവും ഇല്ല. പണ്ട് ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞ പോലെ 100-ാം വാർഷിക സമ്മേളനത്തിൽ നിന്ന് ചിലർ വിട്ടുനിന്ന് സ്വന്തമായിട്ട് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞിരുന്നു കപ്പലിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ കപ്പലിലേക്ക് കയറിക്കോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും അല്ലാതായി വെള്ളത്തിൽ മുങ്ങിച്ചാവും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പം അങ്ങനെ സമസ്തയുടെ ചില സ്ഥാനങ്ങളൊക്കെ ഉള്ള ആളുകളെ മുമ്പിൽ നിർത്തി കൊടി പിടിച്ച് ബാക്കിൽ നിന്ന് കീ തിരിച്ചു വിടുന്ന ആളുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഇട്ടെറിഞ്ഞ് പോകുമെന്നുള്ളത് ഈ കീയിൽ തിരിയുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ആത്യന്തികം അല്ലെങ്കിൽ അന്ത്യലക്ഷ്യം
എന്ന് പറയുന്നത് ദീനാണ് എങ്കിൽ ഇത്തരം കോപ്രായക്കാരുടെ മുമ്പിൽ പോവാതിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കോൽക്കളി നടത്തി അങ്ങാടിയിലൂടെ ചാടി കളിച്ച് റാലി നടത്തിയവർ അൽഹംദുലില്ലാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ കൂടെ നിൽക്കുന്നവർ പറഞ്ഞിട്ടില്ലെങ്കിലും ശത്രുക്കൾ എന്ന് പറയുന്നവർ വരെ സദുദ്ദേശപരമായി പറഞ്ഞു കൊടുത്തപ്പോൾ അതായത് കോൽക്കളി ഒഴിവാക്കി അൽഹംദുലില്ലാ. ഇപ്രാവശ്യം അങ്ങനത്തെ ആഭാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും റാലിയിൽ വളരെ കുറഞ്ഞ ആളുകളെ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ളത് സ്വന്തം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന്. ഇത്തരം സമസ്ത ഇമ്മത്തുൽമയെ വെല്ലുവിളിക്കാൻ വരണ്ട. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ പണികൾ എടുക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തു കൊടുക്കുക. സമുദായത്തിന് വേണ്ടി പലതും ചെയ്യാനുണ്ട്. മിനിമം നിങ്ങളുടെ ഇവിടുത്തെ ഓപ്പോസിറ്റ് കക്ഷിയായ CPM ആകട്ടെ അതല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരാകട്ടെ അവർക്കെതിരെ ഒരു വിരൽ ചൂണ്ടാൻ പോലും നടക്കാത്ത ആളുകളാണ് സമസ്ത ജമിയത്തുൽ നേതാക്കൾക്കെതിരെ തെറി പറയാനും അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനും ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മുടെ ഈ പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി എത്രത്തോളം അപജയത്തിലാണ് എന്നുള്ളതിൻ്റെ തിരിച്ചറിയുന്നുണ്ട് ലീഡേഴ്സ്. ഇവിടെ കുറച്ച് ചാവി കൊടുത്ത് തിരിക്കുന്ന ആളുകൾ മാത്രമല്ല, രാഷ്ട്രീയം പഠിച്ച രാഷ്ട്രീയം അറിയുന്ന ആളുകൾ ഈ അപജയം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മസ്ലഹത്തിന് വേണ്ടി ശ്രമിക്കുന്നതും. ഇൻഷാ അല്ലാഹ് ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഏത് മസ്ലഹത്തിനും സമസ്തക്കാർ തയ്യാറാണ്. ഇനി അടുത്ത പ്രാവശ്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എടവണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റി റാലി നടത്തും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇനി മസ്ലഹത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റഷീദിയയിൽ CIC നിർത്തലാക്കുക, അതുപോലെ സമസ്ത കേരള ജമിയത്ത് സുപ്രഭാതം പത്രം തകർക്കാൻ നോക്കുന്നത് നിർത്തുക, അതുപോലെ സമസ്തയുടെ എന്തൊക്കെ പദ്ധതികളുണ്ടോ അതെല്ലാം മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നാട്ടിൽ നിന്ന് അകറ്റാന്നൊക്കെ നിർത്തുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സമസ്തയുടെ റാലിയിൽ അണിനിരന്നോളൂ. അല്ലെങ്കിൽ സമസ്തയുടെ റാലിയിൽ നമ്മൾ അണിനിരത്തും, മുമ്പിൽ നിങ്ങളെ നിർത്തും. നേരത്തെ തന്നെ പറഞ്ഞ പോലെ മുമ്പിൽ നിന്ന ആളുകൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അണികൾ അന്നും ഇന്നും സമസ്തയോടൊപ്പം ഉണ്ട്. അപ്പോൾ നിൽക്കുന്ന ആളുകൾ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ, സമസ്തയോട് കൂറ് പുലർത്തിയിട്ടില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞ പോലെ പുറംകാല് കൊണ്ട് പണ്ട് ഏതായാലും തങ്ങൾ പറഞ്ഞ പോലെ പുറംകാല് കൊണ്ട് തട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഖേദിച്ച് മടങ്ങുക, തിരിച്ചു വരിക.